Hello everyone, I am Nishad, Principal of Ideal Global Higher Secondary School, Dharmagiri. നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മിടുക്കരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ കഴിവുകൾ തെളിയിച്ച വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ അത് CBSE സിലബസ് ആവട്ടെ സ്റ്റേറ്റ് സിലബസ് ആവട്ടെ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്ന ആവറേജ് സ്റ്റുഡൻസിനെയും ബിലോ ആവറേജ് സ്റ്റുഡൻസിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിലബസ് മാത്രമാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു സ്കൂൾ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് വളരെ കാലിബറുള്ള നല്ല രീതിയിൽ പഠനത്തിൽ മുന്നേറുന്ന വിദ്യാർത്ഥികൾക്ക് അവരെ പരിഗണിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് പോലും ഇന്ന് ലഭ്യമാകുന്നില്ല എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിനൊടുവിലാണ് XandY എന്നുള്ളൊരു ടീം നടത്തുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് നമ്മൾ അറിയാനിടയായത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. നമ്മുടെ കുട്ടികൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റ് നോളജ്, ഇന്നെല്ലാവർക്കും അറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അവരുടെ ഹയർ സ്റ്റഡീസിന് ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള, അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് മാത്രമല്ല, സിവിൽ സർവീസ് ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് സെൻട്രൽ സിലബസ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ആ രീതിയിലുള്ളൊരു ഫോക്കസ്ഡ് ലേണിംഗ്, അവരുടെ കരിയർ വളർത്തുന്നതിനാവശ്യമായ രീതിയിൽ അവരുടെ ഹയർ സ്റ്റഡീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഫോക്കസ്ഡ് ലേണിംഗ് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളിൽ. അങ്ങനെയേ നമ്മുടെ നാട്ടിലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ചും ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ടി ശ്രമിച്ചതും അങ്ങനെയാണ് XandY എന്നുള്ള ടീമിനെ നമ്മൾ കണ്ടുമുട്ടുന്നതും. അവരുമായിട്ട് സംസാരിച്ചു. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ രീതിയിൽ കരിയർ പടുത്തുയർത്തിയ ഒരു ടീം നയിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ നമ്മുടെ സ്കൂളിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് സത്യത്തിൽ ഇതൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ കാലത്ത് ടെക്നോളജിയിലൂടെയൊക്കെ കുട്ടികൾ ഒരുപാട് സ്ക്രീൻ ലേണേഴ്സാണ്, ഓഡിയോ വിഷ്വൽ ലേണേഴ്സാണ്. കുട്ടികൾക്ക് ഇണങ്ങിയ രീതിയിലുള്ളൊരു ഓൺലൈൻ പ്രോഗ്രാം തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ പലപ്പോഴും സ്ക്രീനിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ അറ്റൻഷൻ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഒരു ഡിവിഷൻ തന്നെ, ഒരു എല്ലാ 8, 9, 10 ക്ലാസ്സുകളിൽ ഒരു എക്സ്ട്രാ ഡിവിഷൻ തന്നെ നമ്മൾ ഇത്തരം കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് അഡീഷണൽ കോഴ്സായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അതിൽ മിടുക്കരായിട്ടുള്ള കുട്ടികളെ പ്രത്യേകം തയ്യാറാക്കിയ ടൈം ടേബിൾ വെച്ചുകൊണ്ട് XandY ടീമിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഒപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകളും, നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രത്യേകതയായിട്ട് ഞങ്ങൾ പറയുന്നതാണ്, ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികൾ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ നേരിട്ട് അതേ ടീച്ചേഴ്സുമായിട്ട് സംവദിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ ഒരു അക്കാഡമിക് ഇയറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വളരെ നല്ല ഫീഡ്ബാക്കാണ് കുട്ടികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 10th സ്റ്റുഡൻസ് ഇപ്രാവശ്യം നമ്മുടെ NTSE പോലുള്ള എക്സാമിനേഷൻസ് എല്ലാം മാറ്റിവെച്ചെങ്കിലും 10th സ്റ്റുഡൻസ് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നല്ല ഹയർ സ്റ്റഡീസിൻ്റെ കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ സ്കോളർഷിപ്പ് എക്സാമുകൾ അവർ അറ്റൻഡ് ചെയ്തു. നല്ല റാങ്കോട് കൂടിയും അതുപോലെ തന്നെ നല്ല സ്കോർ ചെയ്തുകൊണ്ട് വലിയ തുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കോളർഷിപ്പ് നേടിയെടുത്ത വിദ്യാർത്ഥികളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് കൂടെ സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. സത്യത്തിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ലഭിക്കുക, അതിലൂടെ അവർക്ക് പിന്നീടുള്ള പഠനത്തിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഏത് രീതിയിൽ എൻ്റെ പഠനം മുന്നോട്ട് പോകണം, എൻ്റെ കഴിവുകൾ എങ്ങനെ ഒരു പേർപ്പസ്ഫുൾ വേയിൽ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അത് ഈ ഒരു ബാച്ചിലെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതിന് നമ്മളെ സഹായിച്ച XandY ടീമിനെ പ്രത്യേകം നമ്മൾ നന്ദി അറിയിക്കുകയാണ്, കടപ്പാട് അറിയിക്കുകയാണ്. തുടർന്നും ഈ ഒരു ടീമിൻ്റെ സേവനം നമ്മുടെ സ്കൂളിൽ ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം നല്ല മിടുക്കരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഐഡിയൽ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡ്
ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ അഡ്മിഷനായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, എല്ലാ സ്കൂളുകളിലും പോയാലും. പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ, UP ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വന്നിട്ടുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ലേണിംഗ് ഗ്യാപ്പ്, നമ്മൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. കുട്ടികളിൽ കോവിഡ് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാക്കിയ ഒരു ലേണിംഗ് ഗ്യാപ്പ് എത്രത്തോളം അഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു. വളരെ മിടുക്കരായിട്ടുള്ള പല വിദ്യാർത്ഥികളിലും നല്ല രീതിയിൽ നമ്മുടെ ഓൺലൈൻ പഠന സംവിധാനം ആ ഒരു കാലഘട്ടം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ വലിയൊരു വിഷയമായി കിടന്നത് വളരെ ബേസിക് കോൺസെപ്റ്റുകൾ, സബ്ജക്റ്റുകളിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ, മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബേസിക് ഓപ്പറേഷൻസ്, അതിൻ്റെ പിറകിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വളരെ ഒരു റോട്ട് ലേണിംഗ് നടത്തിയ ഒരു വിദ്യാർത്ഥികളായിരുന്നു, അല്ലെങ്കിൽ അത്തരം വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ട് നമുക്ക് അഡ്മിഷനൊക്കെ വന്നപ്പോൾ, നമ്മൾ അഡ്മിഷൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് വല്ലാത്ത നമുക്ക് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കുട്ടികൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഇനി എങ്ങനെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ഇവരെ എങ്ങനെ ഇത് മേക്കപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ആശങ്ക ഞങ്ങളിലുണ്ടായിരുന്നു. സത്യത്തിൽ അതിനു കൂടിയുള്ളൊരു സൊല്യൂഷനായിരുന്നു XandYയുടെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനോടൊപ്പം അവർ നൽകിയിട്ടുള്ള മാത്തമാറ്റിക്സ് ഫൗണ്ടേഷൻ കോഴ്സുകൾ, ബേസിക് ഫാൾ ഇൻ ലവ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ എഫക്റ്റീവായിട്ട് കുട്ടികൾ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് തരികയുണ്ടായി. ആ അർത്ഥത്തിൽ കുട്ടികൾക്ക് എന്താണോ ലേണിംഗ് ഗ്യാപ്പിൽ വന്നിട്ടുള്ളത്, ആ ഒരു കോവിഡ് സമയത്ത് വന്നിട്ടുള്ളത്, അതിനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അപ്രോച്ച് കൂടെ നമ്മുടെ സ്മാർട്ട് പ്ലസ് ബാച്ച്, ആ ഒരു ബാച്ചാണ് നമ്മുടെ XandYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുള്ള സ്റ്റുഡൻസിൻ്റെ ബാച്ചിനെ നമ്മൾ ഐഡിയൽ സ്മാർട്ട് പ്ലസ് ബാച്ച് എന്നുള്ളൊരു ബാച്ചിലാണ് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ പ്രത്യേകം ബാച്ചുകളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു സൊല്യൂഷൻ കൂടിയായിട്ട് നമുക്ക് ഈ ഒരു XandYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം നമുക്ക് മാറുകയുണ്ടായി എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സത്യത്തിലൊരു സ്കൂൾ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഇത്തരമൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കും ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കോവിഡിന് മുമ്പേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം തന്നെയായിരുന്നു ഇത്. പക്ഷേ അത് സ്കൂളിലേക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം, ഈ ഒരു സമയത്തിനുള്ളിൽ 10 to 4 എന്നുള്ള ഡ്യൂറേഷനുള്ളിൽ എങ്ങനെ ഒരു അഡീഷണൽ പ്രോഗ്രാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാം, റെഗുലർ ബേസിൽ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതിൽ ചെറിയ കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ കോവിഡ് സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളിലെല്ലാം സംഭവിച്ചത് 2-3 പീരീഡുകൾ എടുത്താൽ പോലും വളരെ എഫക്റ്റീവായിട്ട് ഇന്നത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേണ്ടുന്ന രീതിയിൽ ഒരു മെൻറ്ററുടെ സപ്പോർട്ടും പ്രസൻസും ഉണ്ടെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള 1-2 ക്ലാസ്സുകൾ കൊണ്ട് 1-2 പ്രാവശ്യം പറഞ്ഞാൽ മാത്രം കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു കോവിഡ് സമയത്ത് മനസ്സിലാകുകയുണ്ടായി. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മുടെ ക്യാമ്പസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ സ്കൂൾ പാഠഭാഗങ്ങളെ അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. സ്കൂളിലെ പാഠഭാഗങ്ങൾ അതിൻ്റെ സമയത്ത് തന്നെ സിലബസ് പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. സ്കൂളിലെ പരീക്ഷകളും അതിൻ്റെ സ്കോറും എല്ലാം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ സ്പെഷ്യൽ ബാച്ചിലെ സ്മാർട്ട് പ്ലസ് ബാച്ചിലെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നു. ഒപ്പം കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കുള്ള ട്രെയിനിങ്ങും അവർക്ക് റെഗുലർ ബേസിൽ എല്ലാ ദിവസവും അറൗണ്ട് 1 hour, മോർ ദാൻ 1 hour നമ്മൾ അവർക്ക് അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ അതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാം കൂടെ വീട്ടിൽ നിന്നും ചെയ്യുന്ന ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നു. അവർക്ക് നല്ലൊരു ഓറിയൻറ്റേഷൻ കിട്ടുന്നു, നല്ല രീതിയിൽ പാഠഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഒക്കെയുള്ളൊരു പൊതുവായ ധാരണയുണ്ട്. അതിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പസ് ലൈഫ് വളരെ ബോറിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടേക്കോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ റെസ്ട്രിക്ഷൻസിനുള്ളിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു വ്യക്തിയായി മാറും എന്നുള്ള രീതിയിലൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അതും നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നം തന്നെയാണ്. പല കുട്ടികളും, കഴിവുള്ള കുട്ടികളും ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രശ്നമായിട്ട് പലരും അവതരിപ്പിക്കാറുള്ളത് ഇപ്പോഴേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്യേണ്ടല്ലോ, അവൻ കുറച്ചു കാലം അവൻ്റെ കുട്ടിക്കാലം സന്തോഷിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ കമൻസ് കേൾക്കാറുണ്ട്. അത്തരത്തിലൊന്നുമല്ല നമ്മളിതിനെ സമീപിക്കേണ്ടത്. നമ്മളുടെ കഴിവുകൾ പഠിക്കുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള വ്യക്തമായ ധാരണയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പഠനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം തന്നെ മതിയാകും. ഒരു പക്ഷേ അതിനേക്കാൾ ഒരു ജോയ്ഫുൾ ലേണിംഗ് എന്നൊക്കെ പറയാൻ പറ്റില്ല, ആ രീതിയിലുള്ളൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് ഇത്തരം കോഴ്സുകളെയും കാണണമെന്ന് തന്നെയാണ് ഞാൻ എല്ലാ വിദ്യാർത്ഥികളോടും പറയുക. ഇത്തരം ഫൗണ്ടേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പറയുക, നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനം നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി ചിലവഴിക്കുന്നു അതിന് കുറേ കൂടി ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്.
അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാമ്പസിലും ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. കുട്ടികൾക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ക്യാമ്പസാണ്. കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി, അതുപോലെ തന്നെ ഫുട്ബോൾ കോർട്ടുകൾ, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കുട്ടികളുടെ ഫിസിക്കൽ എൻ്റർടൈൻമെൻറ്റിന് ആവശ്യമായിട്ടുള്ള, അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എൻ്റർടൈൻമെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ ഇത് മുന്നോട്ട് പോകുന്നത്. പഠിക്കുന്ന സമയത്ത്, അവരുടെ ക്ലാസ്സുകളുടെ സമയത്ത് കുറേ കൂടെ ഫോക്കസ്ഡ് ലേണിംഗ് നടത്തുന്നു, കുറേ കൂടെ കുട്ടികൾക്കൊരു ഓറിയൻറ്റേഷൻ നടത്തുന്നു, കുട്ടികൾക്കിടയിൽ തന്നെ ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഇവിടെ റെസിഡൻഷ്യൽ സംവിധാനമുണ്ട്. പല കുട്ടികളും റെസിഡൻഷ്യൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ മൊബൈൽ ഫോണിൽ നിന്നും കുട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലപ്പോഴും അവരെ അറിയാതെ അതിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന, അവരുടെ ശ്രദ്ധയും മറ്റു കാര്യങ്ങളും അതിലേക്ക് ഡീവിയേറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് കുറേ കൂടെ ഒരു എപ്പോഴും പഠിക്കുന്ന ഒരു ടീമിനോടൊപ്പം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ടീമിനോടൊപ്പം സഹവസിച്ചുകൊണ്ടുള്ള ഒരു പഠന സംവിധാനം അതുകൂടെ നമ്മുടെ ക്യാമ്പസിലുണ്ട്. ഹൈസ്കൂൾ ക്ലാസ്സുകൾ മുതലുള്ള, സത്യത്തിൽ 7th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സംവിധാനവും നമ്മുടെ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഒരു ജോയ്ഫുൾ ലേണിംഗ്, ഒരിക്കലും ഒരു കുട്ടിക്കാലത്തിൻ്റെ മധുരപരമായ ഓർമ്മകൾ, മധുരം നിറയുന്ന ഓർമ്മകൾ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സായിട്ടല്ല നമ്മളിതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുകൂടെ പ്രത്യേകം അറിയിക്കുകയാണ്.